പിന്നെയും കുറച്ചേറെ നേരം അവിടെ നടന്ന് പറമ്പിലെ പുളിമാവും പണ്ട് ഗായു വീണ് കൈയൊടിഞ്ഞ മാവും എല്ലാം മഹേഷിനെ കാണിച്ചു കൊടുത്ത ശേഷമാണ് നാലു പേരും കൂടെ തിരികെ വീട്ടിലേക്ക് പോയത്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമള നല്ല ചൂട് ചായയും പഴംപൊരിയും ഉണ്ടാക്കുന്നുണ്ട്. പഴംപൊരിയുടെ മണം മൂക്കിലേക്ക് അടിച്ചപ്പോൾ തന്നെ ഗായു അടുക്കള വഴി കയറാൻ തുടങ്ങി. ബാലയാണ് അവളെ അവിടെ പിടിച്ചു നിർത്തിയത്. മഹേഷിന്റെ കൂടെ മുൻപിൽ കൂടി ചെന്ന് കയറിയാൽ മതിയെന്ന് ബാല അടക്കം പറഞ്ഞതും അവൾ മഹേഷിനൊപ്പം വീടിന്റെ മുൻവശത്തേക്ക് നടന്നു. ഗായത്രി നേരെ ചെന്നത് പൂന്തോട്ടത്തിലേക്കാണ്. മഴ നനഞ്ഞ് ഗായത്രിയുടെ പൂക്കൾ ഒരു വല്ലാത്ത ഭംഗിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. വിടർന്നു നിൽക്കുന്ന മഞ്ഞ ഡാലിയുടെ ഇതളുകളിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാന്. ഗായു പതിയെ ആ പൂക്കളി തട്ടിയതും പൂമണം പരന്നു. ഒപ്പം വെള്ളത്തുള്ളികൾ ഭാഗികമായി അവളുടെ മുഖത്തേക്ക് തെറിക്കുകയും ചെയ്തു. മുറ്റത്തെ ഓരോ ചെടിയിലൂടെയും കണ്ണോടിച്ച് ആ പൂവുകൾക്കിടയിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന പെണ്ണിനെ മഹേഷിന് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. അവന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പിന്നെയും പിന്നെയും അവളിലേക്ക് തന്നെ നീണ്ടു. പ്രണയത്തോടെ ഗായുവിന് നേർക്കുള്ള മഹേഷിന്റെ നോട്ടം ഗായു ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി നിധിയും ബാലയും വ്യക്തമായി തന്നെ കണ്ടിരുന്നു. അത് കാണുക അവർ ഇരുവർക്കും വല്ലാത്തൊരു തരം സന്തോഷം തോന്നി. അപ്പോഴേക്ക് ശ്യാമള ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. വാ മക്കളെ, എല്ലാവരും അകത്തേക്ക് വാ, ചായ കുടിക്കാം. പിന്നെ അവർ നാലുപേരും ഒന്നിച്ച് അകത്തേക്ക് കയറി. അപ്പോഴേക്കും ഉച്ചമയക്കം കഴിഞ്ഞ് മാഷു എഴുന്നേറ്റിരുന്നു. ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് എല്ലാവരും ചായ കുടിക്കുവാണ്. മാഷിന് ഇനി എന്നു മുതലാണ് ജോലിക്ക് കയറി തുടങ്ങേണ്ടത്? മഹേഷ് മാഷോട് ചോദിച്ചു. തിങ്കളാഴ്ച മുതൽ എനിക്ക് പോയി തുടങ്ങണം. ഗായും തീരുമാനിച്ചു. തിങ്കളാഴ്ച മുതൽ കോളേജിൽ പോവല്ലേ? മാഷ് ഗായത്രിയെ നോക്കി ചോദിച്ചപ്പോൾ അവളുടെ വായിൽ നിറച്ചും പഴംപൊരി ആയതുകൊണ്ട് തന്നെ അവൾ രണ്ട് കവളും വീർപ്പിച്ചു വെച്ചുകൊണ്ട് തലകുലുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. മഹേഷിന്റെ നോട്ടം വീണ്ടും തന്നിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളത് ചവച്ചിറക്കി നോർമലായിട്ടിരുന്നു. ഗായുവും മഹേഷും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നിധിയും ബാലയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. അവർ പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വീണ്ടും മാഷിന്റെ വീട്ടിൽ തന്നെ വന്നു. കുറേ നേരം അവരെല്ലാവരും ഓരോന്ന് പറഞ്ഞും ചിരിച്ചും കളിച്ചും അവിടെ ഇരുന്നു. ചിരിയിലും കളിയിലും മഹേഷും പങ്കുചേർന്നു. കുറച്ചു സമയം മഹേഷിനോട് സംസാരിച്ചപ്പോൾ തന്നെ ബാലയ്ക്കും നിധിക്കും മനസ്സിലായി അവനും തങ്ങളെപ്പോലെ ഒരു ജോളി ടൈപ്പാണെന്ന്. അത്ര തലക്കനമുള്ള ആളൊന്നും അല്ലെന്നും. അവർക്കത് വലിയ സന്തോഷം തോന്നി. വൈകിട്ട് എന്തോ ആവശ്യത്തിന് മുറിയിലേക്ക് കയറി വന്നതാണ് ഗായു. മഹേഷ് ആ സമയം ജലനിന്റെ അരികിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മുറിയിൽ വന്ന് എന്തോ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയ ഗായുവിനെ മഹേഷ് പിന്നിൽ നിന്നും പിടിച്ച് അവന്റെ അടുത്ത് തന്നെ നിർത്തി. കാര്യം മനസ്സിലാവാതെ ഗായു മഹേഷിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ വിരലുകൊണ്ട് ആംഗ്യം കാണിച്ചു. 1 മിനിറ്റെന്ന്. ഗായു തലകുലുക്കിക്കൊണ്ട് അവൻ അരികിൽ തന്നെ നിന്നു. അപ്പോഴേക്കും മഹേഷ് ഫോൺ കട്ട് ചെയ്ത് ഗായത്രിക്ക് നേരെ നോക്കി. അവളുടെ ഇരു ചുമലിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഗായു, തന്നോട് അനുവാദം ചോദിക്കാതെ ഞാൻ തൻ്റെ ഒരു സാധനം വീട്ടിൽ നിന്നെടുത്തു. ചെറിയൊരു മുഖവുരയോടെ മഹേഷ് സംസാരിച്ചതും ഗായത്രി കാര്യം മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി. എന്ത്? മഹേട്ടനൊന്ന് തെളിച്ചു പറയുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ അവർ കൊണ്ടുവന്നിരുന്ന ബാഗിൽ നിന്നും അവളുടെ ജ്വല്ലറി ബോക്സ് പുറത്തേക്കെടുത്തു. ഇടയ്ക്ക് എപ്പോഴോ ഗായു മഹേഷിനോട് പറഞ്ഞിരുന്നു വിവാഹ സമയത്ത് ഗംഗ വാങ്ങി വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാമായിട്ടാണ് പോയതെന്ന്. അതുകൊണ്ട് തന്നെ തനിക്ക് വിവാഹത്തിനുള്ള ആഭരണങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ബാലയ്ക്കും നിധിക്കും വേണ്ടി കരുതി വെച്ച സ്വർണം കൂടിയാണ് ഷാജി ഗായത്രിക്കെടുത്ത് നൽകിയതെന്ന്. ആ ചിന്ത മഹേഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കേട്ട് അന്നേ അവൻ ഉറപ്പിച്ചതാണ് ഗായുവിന്റെ വീട്ടിലേക്ക് പോകുന്ന നേരത്ത് ഗായുവിന് വീട്ടുകാർ നൽകിയ സ്വർണമെല്ലാം മടക്കി നൽകണമെന്ന്. ഒരുപക്ഷെ ഗായുവിന്റെ സ്ഥാനത്ത് ഗംഗയായിരുന്നെങ്കിലും താൻ ഇത് തന്നെ ചെയ്തേനെ. മാഷ് എത്ര കഷ്ടപ്പെട്ടാണ് ഇതിത്രയും ഉണ്ടാക്കിയെടുത്തതെന്ന് അവന് നന്നായി അറിയാവുന്ന കാര്യമാണ്. അന്ന് മാഷോട് ആവുന്നത്ര പറഞ്ഞതുമാണ് സ്വർണം ഒന്നും വേണ്ടെന്ന്. പക്ഷെ മാഷാണ് വെറും കൈയോടെ പെൺകുട്ടിയെ ഇറക്കി വിടില്ല എന്ന് വാശി പിടിച്ചത്. അന്ന് മാഷയ്ക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാൻ നിർബന്ധിതനാകുകയായിരുന്നു മഹേഷ്. ഇത് നമുക്ക് ബാലയ്ക്കും നിധിക്കും തന്നെ തിരികെ കൊടുത്താലോ? മഹേഷ് ചോദിച്ചപ്പോൾ ഗായത്രി വിശ്വാസം വരാത്തതുപോലെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അന്നൊരിക്കൽ താൻ പറഞ്ഞില്ലേ ഇത് തന്റെ ചെറിയച്ഛൻ ബാലയ്ക്കും നിധിക്കും വേണ്ടി വാങ്ങിയതാണെന്ന്. തൽക്കാലം നമുക്ക് അവരുടെ സ്വർണം അവർക്ക് തന്നെ കൊടുക്കാം. ചെറിയച്ഛൻ എത്ര കഷ്ടപ്പെട്ടാവും
ഇത് വാങ്ങിച്ചത്? മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ട് തനിക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങിത്തരാനുള്ള ആയുസ്സും ആരോഗ്യവും നിവർത്തിയും എനിക്കിപ്പോൾ ഉണ്ട്. മഹേഷ് പറഞ്ഞതും നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നുപോയി ഗായത്രി. പെട്ടെന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഏറെ നേരം ആ നിൽപ്പ് നിന്നു. പിന്നെ പതിയെ അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അല്പം നീങ്ങി നിന്നു. മഹേഷ് അവൾക്കടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് അവളുടെ നിറഞ്ഞൊഴുകിയ മിഴികൾ തുടച്ചു കൊടുത്തു. ശേഷം അവരിരുവരും ഒന്നിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ലിവിംഗ് റൂമിൽ മഹേഷ് തന്നെയായിരുന്നു ജ്വല്ലറി അടങ്ങിയ ബോക്സ് മാഷിന്റെ കയ്യിലേക്ക് കൊടുത്തത്. പെട്ടെന്ന് മാഷ് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. എന്തുപറ്റി മഹി? മാഷിന്റെ മുഖത്താകെ വെപ്രാളമാണ്. മഹേഷ് മാഷിനെ ചേർത്ത് പിടിച്ചു. മാഷെ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഇത് മാഷ് ഗായത്രിക്ക് വേണ്ടി നൽകിയ ആഭരണങ്ങളല്ലേ? ഞാൻ അറിഞ്ഞു ഇതെങ്ങനെയാണ് ലഭിച്ചതെന്ന്. നോക്കൂ മാഷെ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതല്ലേ പൊന്നോ പണമോ ഒന്നും എനിക്ക് വേണ്ടാന്ന്. അപ്പോഴേക്കും ഷാജിയും ഇരുന്നിടത്തു നിന്ന് എണീറ്റു. അതൊന്നും കുഴപ്പമില്ല മഹേഷേ, അതൊന്നും മടക്കി നൽകണ്ട. ഗായു എനിക്കെൻ്റെ മോളെപ്പോലെ തന്നെയാണ്. ഞാനത് അവൾക്ക് വേണ്ടി സന്തോഷത്തോടെ നൽകിയതാണ്. ചെറിയച്ച, പറയുന്നത് അവിവേകമായിട്ടൊന്നും എടുക്കരുത്. എനിക്ക് പണ്ട് മുതലേയുള്ള ആഗ്രഹമായിരുന്നു വിവാഹം കഴിക്കുവാണെങ്കിൽ 1 രൂപ പോലും സ്ത്രീധനമോ സ്വർണമോ വാങ്ങാതെ കഴിക്കണമെന്ന്. അതുകൊണ്ട് ഇത് ദയവായി നിങ്ങൾ തിരിച്ചു വാങ്ങണം. തൽക്കാലം ഗായത്രിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട്. ഞാനിവിടെ വിവാഹം ആലോചിച്ചു വന്ന നേരത്തും മാഷോട് അതേപ്പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ തിരികെ വാങ്ങണം. മഹേഷ് അത്രയും സ്നേഹത്തോടെയും താഴ്മയോടെയും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കണ്ണു നിറഞ്ഞു പോയി. ഷാജി അവനെ ചേർത്ത് പിടിച്ചു. ശ്യാമളയും ജയന്തിയും പരസ്പരം നോക്കി ചിരിയോടെ ആ കാഴ്ചകളെല്ലാം കണ്ടു നിന്നു. ഗായത്രി അപ്പോഴേക്കും ബാലയ്ക്കും നിധിക്കും അരികിലേക്ക് ചെന്നിരുന്നു. ജ്വല്ലറി ബോക്സ് തുറന്നു അതിൽ നിന്ന് ഒരു വളയെടുത്ത് ഷാജി ഗായത്രിയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് മാത്രം വേണ്ടെന്ന് പറയരുത്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വിവാഹ സമ്മാനമായി കൊടുത്തതാണ്. അതുകൊണ്ട് ഇത് അവളുടെ കൈക്കെടുക്കട്ടെ. ഷാജി സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ മഹേഷ് ചിരിയോടെ നിന്നതേ ഉള്ളൂ. പിന്നീട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് ബാലയും നിധിയും ജയന്തിക്കും ഷാജിക്കുമൊപ്പം അവരുടെ വീട്ടിൽ പോയത്. താഴെ നിന്നും ജഗിൽ വെള്ളം നിറച്ചുകൊണ്ട് ഗായു മുകളിലേക്ക് കയറി. ആ സമയം മഹി മുറിയിലായിരുന്നു. ജഗ് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന മഹേഷിനടുത്തേക്ക് വന്നിരുന്ന് ഗായു അവന്റെ മുഖത്തേക്ക് ആർദ്രമായി നോക്കി. എന്താണോ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. മഹേഷ് ഏട്ടൻ അങ്ങനെ ചെയ്തത് നന്നായി. എനിക്കിതെങ്ങനെ ഏട്ടനോട് പറയണമെന്ന് അറിയാതിരിക്കുമായിരുന്നു ഞാൻ. നോക്ക് ഗായു, നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. നമുക്കിടയിൽ ഇനി മുതൽ ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ശ്രമിക്കരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും തനിക്ക് എന്നോട് ധൈര്യമായി തുറന്നു പറയാം, കേട്ടോ? മഹേഷ് അവളുടെ കവിളിത്തട്ടി പറഞ്ഞതും ഗായത്രി ചിരിയോടെ തലകുലുക്കി. എങ്കിൽ പിന്നെ കിടക്കാം, തനിക്ക് ഉറക്കം വരുന്നില്ലേ? മഹേഷ് ചോദിച്ചപ്പോൾ തലയാട്ടിക്കൊണ്ട് അവനടുത്തേക്ക് ഗായത്രിയും കിടന്നു. മഹേഷിന്റെ വീട്ടിലായിരുന്നപ്പോൾ വലിയ കട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും 2 ധ്രുവങ്ങളിലായിട്ടാണ് കിടന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. അത്ര വലിപ്പമില്ലാത്ത കട്ടിലാണ്. ഗായു മഹിക്കടുത്തേക്ക് കിടന്നതും അവളുടെ ദേഹം അവനിലേക്ക് ചേർന്നു. നിമി നേരത്തിനുള്ളിൽ തന്നെ ഇരുവരിലൂടെയും ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. ഗായു ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. വളരെ സാവധാനം മഹേഷിന്റെ കൈകൾ ഗായത്രിയെ പൊതിഞ്ഞു. അവന്റെ കൈച്ചൂട് അവന്റെ നെഞ്ചോരം പറ്റിച്ചേർന്ന് ഗായു കിടന്നു. പതിയെ അവരിരുവരും നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ മഹേഷും ഗായത്രിയും തിരികെ മഹേഷിന്റെ വീട്ടിലേക്ക് പോകാനായി തയ്യാറായി. പോകുമ്പോഴേ തന്നെ ഗായുവിന് കോളേജിൽ കൊണ്ടുപോകാനുള്ള ബുക്കും പുസ്തകവും എന്നുവേണ്ട അവളുടെ സകല സാധനങ്ങളും അവരെടുത്തിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടവർ നിൽക്കുമ്പോഴേക്കും ഷാജിയും ജയന്തിയും ബാലയും നിധിയും എല്ലാവരും വന്നിരുന്നു അവിടേക്ക്. അവരെ യാത്ര അയക്കാൻ നേരം ശ്യാമളയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പക്ഷെ അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല, സന്തോഷം കൊണ്ടായിരുന്നു എന്ന് മാത്രം. ഗായുവിൻ്റെ മനസ്സുപോലെ തന്നെ അവൾക്ക് നല്ലൊരു ബന്ധം ഒത്തുകിട്ടി. ശ്യാമള മനസ്സിൽ ഓർത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു പ്രാർത്ഥനയോടെ നിന്നു. ഗായുവിൻ്റെയും മഹേഷിൻ്റെയും കാറ് കണ്ണിൽ നിന്നകന്നതും പതിയെ അവരെല്ലാവരും അകത്തേക്ക് നടന്നു. ഗായുവിന് ചെറിയ രീതിയിൽ വിഷമം വരുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവൾക്ക് ഏറെ സന്തോഷമാണ് തോന്നുന്നത്. മറ്റൊന്നും കൊണ്ടല്ല,
മഹേഷിന്റെ സ്വഭാവം അത് തന്നെ. എല്ലാവരോടുമുള്ള അവന്റെ പെരുമാറ്റവും കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള അവന്റെ രീതികളും ഗായത്രിക്ക് പകർന്നു നൽകിയ ആശ്വാസം തീരെ ചെറുതായിരുന്നില്ല. എന്നാൽ മഹേഷിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കഴിഞ്ഞിട്ട് വണ്ടി അവിടേക്ക് കയറാതെ മുന്നോട്ട് പോകുന്നത് കണ്ട് ഗായു പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. നമ്മളിത് എവിടേക്കാ പോന്നേ? ഗായു മഹേഷിനോട് ചോദിച്ചു. നമുക്ക് സിറ്റി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? മഹേഷ് ചോദിച്ചപ്പോ എന്തിനാ എന്നൊരു ഭാവമായിരുന്നു ഗായത്രിയുടെ മുഖത്ത്. അവൻ മറുപടിയൊന്നും പറയാതെ വെറുതെ ചിരിച്ചതേ ഉള്ളൂ. സിറ്റിയിലെ തന്നെ പ്രസിദ്ധമായ ഒരു ജ്വല്ലറിയുടെ പാർക്കിങ്ങിലേക്കാണ് മഹേഷിന്റെ വാഹനം വന്ന് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങാൻ പോയ മഹേഷിന്റെ കയ്യിലേക്ക് ഗായത്രി കയറി പിടിച്ചു. നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? തങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ജ്വല്ലറിയുടെ കെട്ടിടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഗായത്രി മഹേഷിനോട് ചോദിച്ചു. അത് കൊള്ളാം. ആളുകൾ എന്തിനാ ജ്വല്ലറി വരുന്നേ? സ്വർണം വാങ്ങാൻ. താൻ പതിയെ ഇറങ്ങി വാ. മഹേഷ് അവളുടെ കൈ പിടിപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഗായത്രിയുടെ ഭാഗത്തെ ഡോർ തുറന്നു കൊടുത്തു. അവളും പുറത്തേക്കിറങ്ങി. ഗായത്രിക്ക് വല്ലാത്തൊരു പരിഭ്രമമൊക്കെ തോന്നുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മഹേഷ് തനിക്ക് സ്വർണം വാങ്ങിത്തരാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഇതിനോടകം തന്നെ അവൾ മനസ്സിലാക്കി. താൻ മഹേഷിനെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന തോന്നലാണ് അവളിൽ മുന്നിട്ട് നിന്നത്. ഗായത്രിയുടെ മനസ്സിൽ ഇപ്പോൾ കടന്നുപോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന് മഹേഷിന് നേരിയ ഊഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൻ അവളുടെ കൈ വിടാതെ അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തതുപോലെ ആ കൈകളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഗായത്രിക്ക് കോളേജിൽ പോകുമ്പോൾ സൗകര്യത്തിന് ഇട്ടുകൊണ്ടുപോകാൻ ഒരു കട്ടി കുറഞ്ഞ ചെറിയ മാലയും കയ്യിലിടാന് ഒരു ചെയിനും 1-2 മോതിരങ്ങളും വാങ്ങിയവൻ. ഇനി എന്തെങ്കിലും വേണോ ഗായു? മഹേഷ് ആർദ്രമായി അവളോട് ചോദിച്ചതും നിറയാൻ തുടങ്ങിയ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ വിലങ്ങനെ തലചലിപ്പിച്ചു. വീട്ടിലേക്ക് പോയതിനേക്കാൾ ഏറെ സന്തോഷത്തിലാണ് അവർ ഇരുവരും മടങ്ങി വന്നത്. പോകുമ്പോൾ ഉണ്ടായിരുന്നതുപോലെ ഒരകൽച്ച ഇപ്പോൾ ഇല്ല. ഓരോ യാത്രയും അവരെ കൂടുതൽ കൂടുതൽ കൂട്ടി യോജിപ്പിക്കുകയാണെന്നറിയാതെ സന്തോഷത്തോടെ ഇരുവരും മഹേഷിന്റെ വീട്ടിലേക്ക് വന്ന് കയറി. തുടരും. അഭിപ്രായം പറയണേ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.